മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് സവർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹാവന്ദനം. 118ാമത് മാരാമൺ കൺവെൻഷൻ്റെ രണ്ടാമത്തെ യാത്രിയോഗത്തിൽ ദൈവവചനം പങ്കിടുവാനായി കർത്താവ് നൽകിയ ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനത്രേ. പഴയ നിയമത്തിൽ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും വായിക്കുകയാണ്. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമെലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്ന് പേർ. എന്നാൽ മോവാബിയ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവാസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട്, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടി വന്ന മോവാബിയ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പിറക്കിക്കൊള്ളട്ടെ എന്നവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു, ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചു ഉള്ളൂ എന്നുത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന
ഈ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയിരിക്കുന്നല്ലോ. തിരുവചനം അത് നിന്റേതാകുന്നു. ദൈവമേ, ഈ സന്ധ്യയെങ്കിൽ ഈ തിരുവചനം ഞങ്ങൾ ഒരുമിച്ച് മനനം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഈ വചനം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ സാക്ഷ്യമുള്ള ജീവിത അനുഭവങ്ങളായി നയിപ്പാൻ സാധ്യമാകണം. ഓരോ നിമിഷവും നിന്റെ തിരു സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. നിന്റെ വചനം എൻ്റെ വായിൽ നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഇതാ നാവിലൂടെ നിന്റെ മക്കൾക്ക് നൽകുവാൻ കർത്താവെ നീ സഹായിക്കണം. നിന്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നു നിന്റെ തിരുവചനം യഥാർത്ഥമായി മനനം ചെയ്യുവാൻ സാധിക്കണം. ജീവിതത്തെ സ്പർശിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്റ്റേഡിയം നിറയെ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ മെയിൻ റഫറി വിസിൽ ഊതുമ്പോൾ വരുന്ന 90 മിനിറ്റ് നേരത്തേക്കുള്ള ആ ഗെയിം ആരംഭിക്കുകയാണ്. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചിരുന്ന് ആ കളി കാണുകയാണ്. ചിലർ ആവേശത്തോടുകൂടെ ആരവങ്ങൾ മുഴക്കുന്നുണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്ന ടീം ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കാണികൾ ആവേശത്തോടുകൂടെ ആരവങ്ങൾ മുഴക്കുകയും തങ്ങൾ ആഗ്രഹിക്കുന്ന ടീമിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. മെയിൻ റഫറിയുടെ 90 മിനിറ്റിന് ശേഷമുള്ള ആ നീട്ടമുള്ള വിസിൽ ഗ്രൗണ്ടിൽ മുഴങ്ങിയപ്പോൾ കളി അവസാനിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ആ മൈതാനം പെട്ടെന്ന് ശൂന്യമായി. കാണികളെ കൊണ്ട് നിറഞ്ഞ ഒരു മൈതാനം പെട്ടെന്ന് ശൂന്യമാകുകയാണ്. അവർ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിയിരിക്കുന്നു. ശരിയാണ്, ഇവരെല്ലാവരും കാണികളാണ്. ഒരു ഗെയിം കാണുവാൻ വേണ്ടി മാത്രം വന്ന കാണികൾ. ആ 90 മിനിറ്റ് സമയപരിധിക്കുള്ളിൽ ആ ഗെയിം തീർന്നപ്പോൾ അവരുടെ ആ ലക്ഷ്യം അവസാനിച്ചു. നാം മനസ്സിലാക്കണം, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിന്റെ പ്രത്യേകത കാണികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. കാണികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സാക്ഷികളായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അവന്റെ സാക്ഷികളായി നിൽപ്പാൻ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ അതെന്നെയും നിങ്ങളെയും കുറിച്ച് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
ഈ ലോകത്തിൽ സാക്ഷ്യ നിർവഹണത്തിനു വേണ്ടി നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. കാണികളല്ല കേട്ടോ, സാക്ഷികളായി നിൽക്കുക. അത് അത്ര സരളമായ ഒരു പ്രവർത്തനം അല്ല എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെയധികം മാറ്റിമറിച്ചിലുകൾക്ക്, വളരെയധികം വ്യതിയാനങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് ഒരാൾ സാക്ഷിയാകുന്നത് എന്ന് നമുക്കറിയാം. വേദപുസ്തകവും അത് തന്നെയാണ് പറയുന്നത്. ജീവിതത്തിൽ വളരെയധികം മാറ്റിമറിച്ചിലുകൾ, വളരെയധികം വ്യതിയാനങ്ങൾ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആകമാനം മാറ്റിമറിക്കപ്പെട്ട സംഭവമാണ് ദമസ്കോസ് സംഭവം. ശൗൽ എന്ന യഹൂദ യുവാവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ, ദമസ്കോസിലുള്ള വിശ്വാസികളെ പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നതിനു വേണ്ടി അധികാരികളുടെ അധികാരപത്രവും മേടിച്ചുകൊണ്ട് ദമസ്കോസിലേക്ക് യാത്രയായവനാണ്. അവന്റെ ജീവിതത്തിന്റെ കർമ്മഭൂമി ക്രിസ്തു ശിഷ്യന്മാരെ പീഡിപ്പിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ ആ യാത്രാമധ്യേ ദമസ്കോസിലേക്ക് അതിന്റെ പടിവാതിലുകളിൽ എത്തുമ്പോൾ ഒരു വലിയ വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ കണ്ണു കാണാതെയായി നിലത്ത് വീഴുകയാണ്. അവിടെ അവൻ ഒരു വലിയ ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇവിടെ ആരാണ് എന്നെ പേർ ചൊല്ലി വിളിക്കുവാൻ? അവൻ അതിശയിച്ചു. അതിശയത്തോടു കൂടി തന്നെയാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്, നീ ആരാകുന്നു? ഹു ആർ യു? ആ ചോദ്യത്തിന് അവൻ ഉത്തരം ലഭിച്ചു. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. അതുവരെയും അവന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാവിധമായ ചിന്തകളെയും അത് മാറ്റിമറിച്ചു. ക്രൂശിലൂടെ മരണപ്പെടുകയും അടക്കം ചെയ്യപ്പെടുകയും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് ഈ ക്രിസ്തുവിനോട് വ്യക്തിപരമായി സംസാരിച്ചിരിക്കുകയാണ്. അവൻ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റ് എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഈ പൗലോസാണ് പിന്നീട് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തൊരു സാക്ഷ്യമാണത്! അപ്പോൾ ഒരു സാക്ഷിയാകുക എന്ന് പറയുന്നത് അത്ര സരളമായ ഒരു അനുഭവമല്ല. ജീവിതത്തിൽ പലവിധമായ മാറ്റുമറിച്ചിലുകൾക്കും വ്യതിയാനങ്ങൾക്കും വിധേയപ്പെടുമ്പോഴാണ് ഒരുവൻ സാക്ഷിയായി തീരുന്നത്. വീണ്ടും വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. സാക്ഷി അവൻ എന്തിനു വേണ്ടി നിലകൊള്ളണം? ജീവിതത്തിന്റെ അന്ത്യം വരെയും അവൻ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവനാണ്. എന്താണ് സത്യം? വേദപുസ്തകത്തിന്റെ
താളുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്: ക്രിസ്തുവാകുന്നു ജീവിക്കുന്ന സത്യം. അവനല്ലാതെ മറ്റൊരു സത്യം ഈ ലോകത്തിൽ ഇല്ല എന്ന് ഈ സത്യവേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു. ആ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ട അനുഭവക്കാരാണ് നാം എല്ലാവരും എന്ന് മറന്നു പോകരുത്. വീണ്ടും സാക്ഷിയുടെ ജീവിതത്തെ നാം അപഗ്രഥിക്കുമ്പോൾ സാക്ഷിയുടെ ജീവിതത്തിന്റെ ഊർജം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന അനുഭവങ്ങളാണ് അവന്റെ ഊർജം. ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളാണ് ശൗൽ എന്ന യഹൂദ യുവാവിനെ പൗലോസാക്കി മാറ്റിയത് എന്നും അതുകൊണ്ട് തന്നെയാണ് ലോകം കണ്ടതിൽ വെച്ച്, ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ സുവിശേഷകൻ ആരെന്ന് ചോദിച്ചാൽ ഈ പൗലോസ് തന്നെയാണ്. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും പതറാതെ തളരാതെ ശക്തമായി സാക്ഷ്യം വഹിപ്പാൻ അവന് സാധ്യമാകുന്നു. അനുഭവം, അതാണ് സാക്ഷിയുടെ ഊർജം. സ്ഥൈര്യത, അതാണ് അവന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത. ഈ സ്ഥൈര്യത നഷ്ടപ്പെട്ടാൽ അവന്റെ ജീവിതത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു സാക്ഷിയുടെ ജീവിതത്തിൽ അവൻ ആവശ്യമായിരിക്കുന്നത് സ്ഥൈര്യതയാണ്. താൻ വിശ്വസിക്കുന്നതിനോട് ജീവന്റെ അന്ത്യശ്വാസം പോകുവോളം ചേർന്ന് നിൽക്കുവാനുള്ള ശക്തമായ മനസ്സിന്റെ അനുഭവത്തെയാണ് സ്ഥൈര്യത എന്ന് പറയുന്നത്. ഈ സ്ഥൈര്യതയാണ് അവന്റെ ജീവിതത്തിന്റെ ക്രെഡിബിലിറ്റി. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം നോക്കുമ്പോൾ, അവന്റെ ജീവിതത്തെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, his life was credible in Christ. അവന്റെ ജീവിതം യേശുവിൽ ശക്തമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിച്ചത്. 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം വഹിപ്പാൻ വന്നവനാണ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെ നാം അപഗ്രഥിക്കുമ്പോൾ അവന്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ക്രെഡിബിളായ വിലപിടിപ്പുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ജനത്തോട് ചോദിക്കുന്നത്: നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ചവനെയോ? മാർദ്ദവ വസ്ത്രം ധരിച്ചവർ രാജഗ്രഹങ്ങളിലല്ലയോ?
കാറ്റിനാൽ ഉലയുന്ന ഓടയെയോ? അല്ല പ്രവാചകനെയോ? പ്രവാചകനെങ്കിലും വലിയവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ ആരും വലിയവൻ ഇല്ല. Jesus is certifying his life as a credible one. സാക്ഷ്യമുള്ള ജീവിതമാണ്, സ്ഥൈര്യതയുള്ള ജീവിതമാണ്. പ്രതികൂലങ്ങൾ കണ്ട് ഭയന്നോടിയവനല്ല യോഹന്നാൻ. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലേക്ക് നടന്നു കയറിയവനാണ്, സത്യത്തിനു വേണ്ടി സാക്ഷ്യം നിന്നുകൊണ്ട്. ഓരോ ക്രിസ്തു വിശ്വാസിയെയും ഈ ഒരു അനുഗ്രഹീതമായ വിളിയാണ് നൽകുന്നത്. വീണ്ടും വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ആ സാക്ഷിയുടെ ജീവിതം ഏറ്റവും വിപൽക്കരമാണ്, ആപത്ത് നിറഞ്ഞതാണ്. വിപൽക്കരമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ഒരു ക്രിസ്തു സാക്ഷി അവൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം അത് തന്നെ ഒരു സാക്ഷ്യമായിരുന്നു. ക്രിസ്തു പറഞ്ഞു, അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കാലഘട്ടത്തെ അമ്പരിപ്പിച്ച 30 വയസ്സുള്ള യേശു. അത് പറഞ്ഞപ്പോൾ അന്നത്തെ യഹൂദ മതസമൂഹം ഇളകിമറിഞ്ഞു. അവന്റെ ജീവിതം വിപൽക്കരമായി ആപത്തുകൾ നിറഞ്ഞതായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ യേശുവിൻ്റെ സാക്ഷ്യം വീണ്ടും യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. പിതാവിനു വേണ്ടി സാക്ഷി നിൽക്കുന്ന പുത്രനായ ക്രിസ്തു ഇത് പറയുമ്പോൾ അന്നത്തെ ആ യഹൂദ മതസമൂഹം ഇളകി മറിയുകയാണ്. അവന്റെ ജീവിതം വിപൽക്കരമായി. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദവും യേശു ക്രിസ്തുവിന് ലഭിച്ച കുരിശുമെല്ലാം തന്നെ ആ വിപൽക്കരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളായിരുന്നു. ക്രിസ്തു ശിഷ്യൻ, ക്രിസ്തു സാക്ഷി, അവന്റെ ജീവിതം എപ്പോഴും ഇപ്രകാരം വിപൽക്കരമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടി നടന്നു പോകുന്നതാണ്. ഭൗതികമായ ഈ നാളുകളിലെ അനുഭവങ്ങളിലേക്ക് നോക്കിയാലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. വസ്ത്രം അഴിച്ചു മാറ്റുന്ന ലാഘവത്തോടുകൂടെ തങ്ങളുടെ നിലപാടുകൾ മാറ്റുന്ന വ്യക്തിത്വങ്ങൾ. ഇവിടെയാണ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നത്. എന്നാൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ സ്ഥിരതയോടുകൂടി നിൽക്കണമോ ആ ക്രിസ്തു സാക്ഷി ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അനുധാവനം ചെയ്യേണ്ടവനാണ്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രൂത്തിന്റെ പുസ്തകമാണ്. നവോമി, അവളുടെ ജീവിതം എല്ലാം നഷ്ടമായതാണ്. ഇതൊരു ചരിത്ര അനുഭവമാണ്. യോശുവയുടെ ജീവിതത്തിന് ശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ
ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ആ ബേത്ലഹേമിലെ ക്ഷാമം അതിനെ തരണം ചെയ്യുന്നതിനു വേണ്ടി എൽക്കാനയും അദ്ദേഹത്തിൻ്റെ ഭാര്യ നവോമിയും ചേർന്ന് നടത്തിയ യാത്ര സുരക്ഷിതമായ മേഖലകളെ അന്വേഷിച്ചു പോയതാണ്. മോവാബ് ദേശത്തേക്ക്, വിഗ്രഹാരാധനയുടെ കേന്ദ്രം. മോവാബിനെ കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ ലജ്ജാകരമായ അനുഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോവാബ്, സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്ക് കഴുകുവാനുള്ള വട്ടകയാണ്. ചരിത്രം പറയുന്നത് ഇപ്രകാരമാണ്: മോവാബ്യരിൽ 10-ാം തലമുറക്കാരൻ പോലും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ യോഗ്യനല്ല. ദൈവവിശ്വാസികളുമായി സംസർഗമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് അപ്പത്തിൻ്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് യാത്രയാകുകയാണ് എലിമേലേക്ക്. ഇസ്രായേലിൽ രാജഭരണം ആരംഭിച്ചിട്ടില്ലാത്തപ്പോൾ തന്നെ ദൈവം എൻ്റെ രാജാവ് എന്ന് പേര് അർത്ഥം വരുന്ന എലിമേലേക്ക് എന്ന് നാമം കൊടുപ്പാൻ തക്കവണ്ണം മാതാപിതാക്കൾ അത്രയധികം ദൈവഭക്തരായിരുന്നു. ദൈവം എൻ്റെ രാജാവ് എന്ന അർത്ഥം വരുന്ന എലിമേലേക്ക് എന്ന നാമം വഹിക്കുന്ന ഈ മനുഷ്യൻ ബേത്ലഹേമിൽ അപ്പത്തിൻ്റെ വീട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ സുരക്ഷിതത്വത്തിനു വേണ്ടി മോവാബിലേക്ക് പോകുകയാണ്. പക്ഷേ ആ മോവാബിൽ ഒരു ലാഭവും ആ കുടുംബത്തിന് ലഭ്യമാകുന്നില്ല. എല്ലാം നഷ്ടമാണ്. എലിമേലേക്ക് മരണപ്പെടുന്നു. അവരുടെ 2 മക്കൾ വിവാഹിതരായി. 10 സംവത്സരക്കാലം അവിടെ നവോമി മക്കളോടൊപ്പം താമസിച്ചു. 2 മക്കളും നഷ്ടപ്പെടുകയാണ്. അവൾ തനിയെ ആകുമ്പോൾ തിരികെ ഒരു യാത്ര. അവൾ കേട്ടു, ബേത്ലഹേമിൽ അപ്പമുണ്ട്. ഇതാ തിരികെ ഒരു യാത്ര തിരിക്കുകയാണ്. എന്നാൽ ഈ തിരികെയുള്ള യാത്രയെക്കുറിച്ച് നവോമി പറയുമ്പോൾ ഇപ്രകാരമാണ് നവോമി പറയുന്നത്: യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. Our journey from Bethlehem to Moab was our own decision. ഞങ്ങളുടെ മാത്രമായിരുന്നു ആ തീരുമാനം. എന്നാൽ ഇപ്പോൾ ബേത്ലഹേമിലേക്കുള്ള തിരിച്ചുവരവ് അതെൻ്റേത് മാത്രമല്ല, പിന്നെയോ യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു എന്ന് അവൾ പറയുകയാണ്. മനസ്സിലാക്കണം, ദൈവത്തെ കൂടാതെ, യേശുവിനെ കൂടാതെ ഒരു സാക്ഷ്യ ജീവിതം നാം നയിക്കുവാൻ പോകുന്നുവെങ്കിൽ അത് ശൂന്യതയുടെ അനുഭവമാണ്. യേശുവില്ലാതെ നമുക്കൊരു സാക്ഷ്യ ജീവിതമില്ല. Christ is the center of our witness. യേശുവില്ലാതെ നമുക്ക് ഒരു സാക്ഷ്യമില്ല. നവോമി തന്നെ പറയുകയാണ്, ഞങ്ങളുടെ തിരിച്ചുവരവ് അത് യഹോവയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്കുള്ള ഒരു മടങ്ങിവരവാണ് ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നത്.
ഇവൾ പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി ഇവിടെ നിന്ന് പോയി, ഞാൻ ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു. ഈ ഒരു ബോധ്യത തന്നെയാണ് നവോമിയുടെ ജീവിതത്തെ പിന്നീടുള്ള നാളുകളിൽ ധന്യമാക്കുന്നത് കൂടിയെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ നിറഞ്ഞവളായി ഇവിടെ നിന്ന് പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷിയായി നാം ജീവിക്കണമോ? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനാൽ നിറയപ്പെടേണ്ടതാണ്. സ്വാർത്ഥം ജീവിതത്തിൽ നിന്ന് മാറി ക്രിസ്തു ജീവിതത്തിന്റെ കേന്ദ്രമായി മാറുന്ന അവസരത്തിൽ ക്രിസ്തുവിനോടുകൂടിയുള്ള യാത്ര, ആ നിറവിന്റെ യാത്രയാണ് ഇന്ന് ആവശ്യം. ഇന്ന് മനുഷ്യൻ ഭൗതികമായി നിറയപ്പെടുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പ്രിയ വിശ്വാസ സമൂഹമേ, നാം ക്രിസ്തുവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ ഏതെല്ലാം രീതിയിൽ ഭൗതികമായി നാം നിറയപ്പെടുമെങ്കിലും ആ നിറയപ്പെടലുകളൊക്കെയും ശൂന്യതയുടെ അനുഭവങ്ങളിലേക്ക് വഴിമാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അനന്യാസിന്റെയും സഫീറയുടെയും ജീവിതത്തിൽ അവർ അവർക്ക് വേണ്ടി തന്നെ സുരക്ഷിതത്വം ഒരുക്കി. ഒന്നും നഷ്ടപ്പെടുവാൻ അവർ തയ്യാറാകാതെ തങ്ങളുടെ സമൃദ്ധിക്കു വേണ്ടി കരുതി വെച്ചപ്പോൾ അവരുടെ ഭൗതികമായ നിറവിന്റെ അനുഭവങ്ങളിൽ അവർ വളരുകയായിരുന്നു. എന്നാൽ സംഭവിച്ചതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകാം. അവിടെ മരണങ്ങളുണ്ട്. പ്രിയ വിശ്വാസ സമൂഹമേ, ഈ രാത്രിയിൽ നാം ഇവിടെ ഈ മണപ്പുറത്തായിരിക്കുമ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ക്രിസ്തുവേ, എൻ്റെ ജീവിതത്തെ നീ വന്ന് നിറയ്ക്കണം, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഇവിടെ 2-ാം അധ്യായം ആരംഭിച്ചപ്പോൾ നവോമി ബേത്ലഹേമിനെ കുറിച്ച് പറയുമ്പോൾ ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഈ ബേത്ലഹേമിൽ എൻ്റെ ഭർത്താവിൻ്റെ ചാർച്ചക്കാരൻ ഒരു മഹാധനവാനായ മനുഷ്യനുണ്ട്. അവനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: അവൻ മഹാധനവാനാണ്. പ്രിയ വിശ്വാസ സമൂഹമേ, ഈ മഹാധനവാനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ശക്തമായ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മുൻപോട്ട് പോകും. ഈ ക്രിസ്തുവാണ് മഹാധനവാൻ. ഈ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ മഹാധനമെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ സ്വാഭാവികമായി യേശുവിനു വേണ്ടി ഒരു സാക്ഷിയായി മാറുകയാണ്. അവൻ്റെ സാക്ഷിയായി മാറണം. ലോകത്തിൻ്റെ ധനത്തേക്കാൾ ക്രിസ്തുവാണ് എൻ്റെ മഹാധനമെന്നെണ്ണുന്ന ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അത് തന്നെയാണ് എൻ്റെ മഹാധനം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ് എൻ്റെ മഹാധനം. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വളരേണ്ടത് ആവശ്യമാണ്. വീണ്ടും ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റ് ചിത്രങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ബേത്ലഹേമിൽ പ്രഭാതത്തിൽ മോവാബിൽ നിന്ന് എത്തിച്ചേർന്ന നവോമിയും രൂത്തും
മനസ്സിലാക്കണം, ഈ രൂത്തിന്റെ ജീവിതമാണ് നവോമിയുടെ പിൽക്കാല ജീവിതത്തിൻ്റെ രക്ഷയുടെ അനുഭവമെന്ന്. അങ്ങനെയെങ്കിൽ നവോമിക്കു വേണ്ടി സാക്ഷിയാകുന്നത് രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയാണ്. ഈ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുടെ ശക്തമായ സാക്ഷ്യജീവിതം കണ്ടുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ പിറക്കുവാൻ പോകുന്ന ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് ഈ രൂത്തിന്റെ അനുഭവവും എഴുതി ചേർക്കുന്നത്. The life of Ruth become credible. അത് വളരെ ശക്തമാണ്. അവളുടെ ജീവിതം സാക്ഷ്യമാണ്. നവോമിയുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത് ഈ രൂത്താണ്. മോവാബ്യ സ്ത്രീയാണ്. ജീവിതത്തിൽ എടുക്കുന്ന ചില നിലപാടുകൾ അവളുടെ ജീവിതത്തെ ചരിത്രത്തിൽ സാക്ഷ്യമുള്ളതാക്കി തീർത്തു. ഇതാ, അവൾക്കും അവളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോകാമായിരുന്നു. തിരികെ പോകുവാൻ നവോമി അനുവദിക്കുകയും ചെയ്തു. നീ പോകുക, നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി ആ ക്ഷേമങ്ങളിൽ വസിക്കുക. എന്നാൽ അതിസാഹസികമായ ചുവടുവെപ്പുകൾ ഈ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീ എടുത്തപ്പോൾ നവോമിയുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി അവൾ തീരുകയാണ്. അവളുടെ പിതൃഭവനം അവൾ ഉപേക്ഷിക്കുകയാണ്. അവൾ ജനിച്ചു വളർന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇടങ്ങളും അവൾ ഉപേക്ഷിക്കുകയാണ്. ഏറ്റവും അധികം അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനാകുന്നത് മുഴുവൻ അവൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളാണ്. അതിനെയൊക്കെ ഉപേക്ഷിക്കുവാൻ അവൾ തയ്യാറാകുകയാണ്. അവളുടെ മാതാപിതാക്കൾ ഇനിയും ആരോടുകൂടിയാണ് താൻ യാത്ര ആരംഭിക്കുന്നത്? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നവോമി. അവൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കുക. എൻ്റെ ജീവിതം കയ്പിൻ്റെതാണ്. എല്ലാം നഷ്ടമായിരിക്കുന്ന കയ്പിന്റെ ജീവിതത്തോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ മോവാബിയ പെൺകുട്ടി ഈ രൂത്ത് തയ്യാറാകുകയാണ്. ഇന്ന് ലാഭം എവിടെയുണ്ടോ അവിടെയായിരിക്കും നമ്മുടെ കണ്ണുകൾ. എവിടെയാണോ അധികാരമുള്ളത് ആ അധികാരമുള്ള സ്ഥാനങ്ങളിലായിരിക്കും നമ്മുടെ കണ്ണുകൾ. എന്നാൽ രൂത്ത് എന്ന പെൺകുട്ടി എല്ലാം നഷ്ടപ്പെട്ട ഈ നവോമിയോട് ചേർന്ന് നിൽക്കുവാൻ ഒരു അതിസാഹസികമായ ചുവടുവെപ്പ് വയ്ക്കുകയാണ്. മാത്രമല്ല, ഈ ബേത്ലഹേമിലേക്ക് ഞാൻ വന്നാൽ ഈ ബേത്ലഹേമിൽ എനിക്ക് ലഭിക്കുന്നതൊക്കെ എന്താണ്? Bethlehem is a strange place for me. അപരിചിതമായ ഒരു സ്ഥാനമാണ്. ഇവിടെ തനിക്ക് പരിചയക്കാരില്ല, കൂട്ടുകാരില്ല. അപരിചിതത്വമുള്ള ജീവിത സാഹചര്യങ്ങൾ. എന്തെങ്കിലും സാധ്യതകൾ ജീവിതത്തിലുണ്ടോ? ഇവിടെ ഒന്നുമില്ല. സാധ്യതകളൊന്നും ഇല്ലാത്തപ്പോഴും ഈ രൂത്തിന്റെ ജീവിതം നവോമി എന്ന ആ
സ്ത്രീയുടെ ജീവിതത്തിനു വേണ്ടി, ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്കുള്ള വളർച്ചയിൽ എല്ലാം വിട്ടുകൊടുക്കുകയാണ്. ഇതാ ഒരു സാക്ഷിയുടെ ജീവിതം. എല്ലാം വിട്ടുകൊടുക്കലാണ്. അന്ത്യം വരെയും എല്ലാം വിട്ടുകൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ജീവിത അനുഭവം, അവൻ ധരിച്ച വസ്ത്രം പോലും അവർ ചീട്ടിട്ടെടുത്തു. എല്ലാം എല്ലാം അന്ത്യം വരെ വിട്ടുകൊടുക്കുന്ന ക്രിസ്തു അനുഭവത്തിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. ആ പ്രവേശനമാണ് അവളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. നോക്കൂ, അവൾ പറയുകയാണ്, ഞാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തു ജീവിതത്തിന്റെ ശിഷ്യത്വത്തിന്റെ സാക്ഷ്യത്തിന്റെ ആരംഭം കുറിക്കൽ. എന്നോട് ദയ കാണിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചു ജീവിക്കുക. അത് തന്നെയാണ് ബോവസ് പിന്നീട് രൂത്തിനോട് ഇപ്രകാരമായി പറയുന്നത്: യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. യഹോവയുടെ ചിറകിൻ കീഴിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിന് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. Where should I put my trust? എന്റെ ജീവിതത്തിന്റെ ആശ്രയം എവിടെയായിരിക്കണം? ഒരു സാക്ഷിയുടെ ജീവിതത്തിന്റെ ആശ്രയം എവിടെയായിരിക്കണം? അത് ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. തന്നോട് ദയ കാണിക്കുന്ന എൻ്റെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയും സാക്ഷ്യവും മുൻപോട്ട് കൊണ്ടുപോകണം. Trust in the Almighty God. ഒരിക്കലും മാറാത്ത ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ നാം ആശ്രയം വെക്കുന്നതിനേക്കാൾ ഒരിക്കലും മാറാത്ത ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം നയിക്കുക. അത് മറ്റുള്ളവരുടെ മുൻപിൽ അതൊരു സാക്ഷ്യമാകും. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ ചിറകിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഈ ഒരു ജീവിത അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ഈ വേദഭാഗത്ത് പ്രകാരം കാണുവാൻ കഴിയുന്നു: അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. ഇവിടെ ഒരു വലിയ ദൈവചിന്തയുണ്ട് കേട്ടോ. ഞാൻ ഈ വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നെ കോൾമയിർ കൊള്ളിച്ച ഒരനുഭവമാണിത്. മോവാബ്യ സ്ത്രീയായവൾ മോവാബിൽ നിന്ന് വന്നിരിക്കുന്നു. ബേത്ലഹേമിൽ പ്രഭാതത്തിൽ എത്തിയവളാണ്. വീട്ടിൽ അല്പസമയം മാത്രമേ ചിലവഴിച്ചുള്ളൂ എന്ന് ഇവളെ കുറിച്ച് ഭൃത്യന്മാർ സാക്ഷ്യം പറയുന്നു. അത്താഴത്തിനു വേണ്ടി നെൽമണികൾ പിറക്കി അത് ഭവനത്തിൽ എത്തിക്കുവാൻ തത്രപ്പെടുന്ന ഈ പെൺകുട്ടി, ഇവിടെയുള്ള വയലുകളൊന്നും സുപരിചിതമല്ല അവൾക്ക്. ഇതാരുടെ എന്ന് അവൾക്കറിയില്ല. എന്നാൽ അവൾ ചെന്നതും അവൾ പിറക്കുവാൻ ആരംഭിച്ചതും മഹാധനവാൻ എന്ന് പറഞ്ഞ ബോവസിന്റെ വയലിലാണ്.
ഇതാണ് ദൈവനിയോഗം. പ്രിയ വിശ്വാസ സമൂഹമേ, നാം ആശ്ചര്യപ്പെടേണ്ട. നമ്മുടെ ദൈവത്തിന്റെ ശക്തി അതാണ്. നാം എത്തേണ്ട സ്ഥാനങ്ങളിൽ അവൻ കൃത്യമായി നമ്മെ എത്തിക്കുന്നവനാണ്. കണ്ടില്ലേ, ഈ രൂത്ത് അപരിചിതമായ ജീവിത സാഹചര്യത്തിലായിരുന്നിട്ട് പോലും ഈ വയലുകൾ ആരുടേതാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് പോലും അവൾ പെറുക്കുവാനെത്തുന്നത് ബോവസിന്റെ വയലിൽ തന്നെയാണ്. മഹാധനവാനായ ബോവസിന്റെ വയലിൽ. തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടില്ല എന്ന വേദപുസ്തക സത്യം ഇത് തന്നെയാണ്. എത്തിക്കേണ്ട സ്ഥാനത്ത് അവളെ എത്തിച്ചു. എത്ര ശക്തമായ ജീവിത അനുഭവമാണ്. മഹാധനവാനായ ബോവസിന്റെ വയലിൽ തന്നെ അവൾ എത്തിച്ചേരുകയാണ്. എന്നെ എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ക്രിസ്തു. പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ആഴമായ വ്യഥയുടെ അനുഭവങ്ങളിൽ ആണെങ്കിൽ, വേദനകളുടെ അനുഭവത്തിലാണെങ്കിൽ, ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയും, അവനിൽ ആശ്രയിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആരെ പിടിച്ചിരിക്കുന്നു എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അവൻ എൻ്റെ ഉപനിധിയാണ്. അവൻ എന്നെ അന്ത്യത്തോളം വഴി നടത്താൻ ശക്തനാണ്. ഈ ഒരു ജീവിത അനുഭവത്തിലേക്കുള്ള വളർച്ചയാണ് ക്രിസ്തു സാക്ഷിക്കാവശ്യം. ഇവൾ വളരുകയാണ്. ക്രിസ്തുവിനോടുകൂടെ വളരുന്ന ജീവിതത്തിന്റെ ധന്യമായ അനുഭവങ്ങളിലാണ്. എന്നെ കാണുന്ന ക്രിസ്തുവുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് നേരെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുമ്പോൾ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരു വാതിൽ തുറക്കുന്നവനാണ്. കാരണം വാതിൽ അടയുന്നതിൻ്റെ വേദന അനുഭവിച്ചവൻ അവനാണ്. അഗസ്റ്റസ് കൈസരുടെ ആജ്ഞ പാലിക്കുവാൻ വേണ്ടി യോസഫും പൂർണ്ണ ഗർഭവതിയായ മറിയയും നസറേത്ത് പട്ടണത്തിൽ നിന്നും ബേത്ലഹേമിലെ യഹൂദ്യയിലേക്ക് യാത്രയാകുകയാണ്. നോക്കണം, അവരുടെ യാത്ര എത്ര കഠിനമാണ്. ഈ യാത്രാമധ്യേയാണ് യേശു ഭൂജാതനാകുന്നത്. എവിടെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. Jesus is identifying with the unidentified millions of this world. ഈ ലോകത്തിൽ കണ്ടെത്താതെ പോകുന്ന അനേക ആയിരങ്ങളുടെ ജീവിതത്തോട് അവൻ താദാത്മ്യം പ്രാപിക്കുകയാണ്. അവന്റെ ജനനം എവിടെയെന്ന് പറഞ്ഞില്ല. അവനെയും കൊണ്ട് മാതാപിതാക്കൾ ആ സത്രത്തിൽ ചെല്ലുമ്പോൾ ആ സത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകൾ കൊട്ടിയടയപ്പെടുമ്പോൾ നമ്മളോടുകൂടെ വേദനിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം മറന്നു പോകരുത്. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമ്മളെ നിരന്തരമായി ജീവിതത്തിൽ ശക്തിയോടെ സാക്ഷ്യ ജീവിതം നയിപ്പാൻ ശക്തമാക്കുന്നത്. Go forward. ഈ ഒരു ആന്തരിക ശബ്ദമാണ് ക്രിസ്തു സാന്നിധ്യം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്,
ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യം തളരാതെ നശിച്ചു പോകാതെ ജീവിതത്തിന്റെ പുത്തൻ ഉണർത്തുപാട്ടുകൾ നൽകി ശക്തമായി നടത്തുവാൻ ശക്തനാണവൻ. നോക്കൂ, അവൻ എന്നെയും നിങ്ങളെയും കാണുന്നവനാണ്. ബേത്ലഹേമിൽ നിന്ന് ബോവസ് വയലിലേക്ക് വന്നു. തൻ്റെ ഭൃത്യന്മാരെ അഭിവാദനം ചെയ്തു. ശിഷ്യന്മാർ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. ചോദിക്കുന്ന ചോദ്യമാണ്, ഈ യുവതി ഏത്? ഈ ഭാഗം വായിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചത്, ഈ വയലിൽ എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നു, എന്നാൽ ഈ വയലിന്റെ ഉടയവനായ ബോവസിന് അവന്റെ കണ്ണുകൾ കണ്ടത് ഈ യുവതിയാണ്. അപരിചിതത്വം നിറഞ്ഞ ജീവിതത്തിന്റെ താഴ്ചയുടെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന തൻ്റെ അമ്മായിയമ്മയ്ക്കു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പണം ചെയ്ത് ആ അമ്മാവിയമ്മയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ഈ രൂത്തിന്റെ ജീവിതം കണ്ടു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഇടർച്ചകളിലും വീഴ്ചകളിലും തകർച്ചകളിലും എന്നെ കാണുകയും എന്നെ കണ്ടിട്ട് കാണാതെ പോകുകയും ചെയ്യുന്ന കർത്താവല്ല, എൻ്റെ ജീവിതത്തിന്റെ പിഴവുകളും കുറവുകളും തകർച്ചകളും കണ്ട് അതിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അവൾ തിരിച്ചറിയുകയാണ്. ഈ യുവതിയേത്? മർക്കോസ് എഴുതിയ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു. യേശു ജനത്തെ പറഞ്ഞയച്ചു. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പടക് കയറി നിങ്ങൾ അക്കരയ്ക്ക് പോകുക. രാത്രിയാണ്. പടക് താനായിരിക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ വളരെ ദൂരമാണ്. ഈ രാത്രിയിൽ ഈ പടകുകൾ ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണുകൾ കാണില്ല. എന്നാൽ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കാറ്റാഞ്ഞടിക്കുകയും തിരമാലകൾ ഉയരുകയും തണ്ടുവലിച്ച് വലയുന്നതായ തൻ്റെ ശിഷ്യന്മാരെ ആ മലമുകളിൽ ഇരുന്നു കൊണ്ട് അവൻ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ കാഴ്ച എന്ന് പറയുന്നത് അതിന് സമയകാല ഭേദങ്ങളൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ അതീതമാണ്. ക്രിസ്തു എന്നെയും നിങ്ങളെയും ഇന്ന് ഈ പന്തലിൽ ഇരിക്കുമ്പോൾ കാണുന്നുണ്ട്. തണ്ടു വലിച്ചു വലഞ്ഞ ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവൻ ഓടിയെത്തുകയാണ്. ആ വെള്ളത്തിന്മേൽ ആ രാത്രിയിൽ രക്ഷയുടെ അനുഭവം കൊടുക്കുവാൻ എന്നെ കാണുന്ന ക്രിസ്തു ഇതാ ഈ യുവതിയെയും കണ്ടു. ഇനിയും പിന്നീട് സംഭവിക്കുന്ന ചില സംഭവങ്ങൾ കൂടിയുണ്ട്. എങ്ങനെയാണ് ബോവസ് രൂത്തിനെ സംബോധന ചെയ്യുന്നത്? ഇവിടെ നാം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ബോവസ് രൂത്തിനോട്,
കേട്ടോ മകളെ, ഈ അന്യരാജ്യത്ത്, ഈ അപരിചിതമായ സാഹചര്യത്തിൽ ആരും എന്നെ മകളെ എന്ന് വിളിക്കുവാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒരു പിതാവിനെ പോലെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരുന്ന ക്രിസ്തു സാന്നിധ്യം, മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, മകളെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് അടുത്തു വന്ന് നമ്മുടെ സാക്ഷ്യ ജീവിതത്തിന്റെ ശക്തി ബലപ്പെടുത്തുന്ന ക്രിസ്തു സാന്നിധ്യം നാം എല്ലായ്പ്പോഴും തിരിച്ചറിയണം. നാം ഏത് ജീവിത സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, ആരും നമ്മളെ സഹായിപ്പാനില്ല, ആരും നമുക്കൊരു കൂട്ടായ്മ തരുവാനില്ല. നാം ഏകരായിരിക്കുമ്പോഴും ക്രിസ്തു അവൻ നമ്മുടെ അരികിലാണ്. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്നെയും നിങ്ങളെയും സംബോധന ചെയ്യുന്നത് മകളെ എന്ന് വിളിച്ചു, മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ മകനായി തീരുക, യേശുവിൻ്റെ മകളായി തീരുക, അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന ചവിട്ടുപടികൾ. ഇവിടെ ഇതാ രൂത്തിനെ ബോവസ് സംബോധന ചെയ്യുന്നു, എൻ്റെ മകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേട്ടോ മകളെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് സ്വാന്തനമാണ് ആ ജീവിതത്തിന് ലഭിക്കുന്നതെന്നറിയാമോ? എന്ത് ശക്തിയാണ് ആ ജീവിതത്തിന് ലഭിക്കുന്നതെന്നറിയാമോ? എന്തൂർജമാണ് ആ ജീവിതത്തിന് ലഭിക്കുന്നതെന്നറിയാമോ? വീണ്ടും ഈ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ജീസസ് ഈസ് ഡയറക്റ്റിംഗ് മൈ ലൈഫ്. അവൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. പത്രോസ് മറ്റ് 6 ശിഷ്യന്മാരുമായി തീരുമാനിച്ചു, ലെറ്റ് us go for fishing. തങ്ങൾക്ക് സുപരിചിതമായ മേഖലകൾ, വള്ളവും വലയും വെള്ളവും എല്ലാം സുപരിചിതമായ മേഖലയാണ്. ആ രാത്രിയിൽ അവർ ഒരുമിച്ച് കഠിനമായി അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. സ്വന്തം അധ്വാനത്തിൽ, സ്വന്തം ബലത്തിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച്